നമസ്കാരം. ഇന്നത്തെ ഈ വിശദീകരണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പേഴ്സണലായ, എന്നാൽ നമ്മളിൽ പലരും ദിവസവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പുതിയ ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ട്? അതെ, മറ്റുള്ളവരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് പിന്നിലെ സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന്. അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയൊരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് നിങ്ങൾ 10 100 തവണ ആലോചിക്കാറുണ്ടോ? അവരെത്രയൊക്കെ സ്നേഹം കാണിച്ചാലും ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മനസ്സെപ്പോഴും ചോദിക്കാറില്ലേ? ചുറ്റുമുള്ളവരൊക്കെ വളരെ സിമ്പിളായി പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കഷ്ടപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തവണയും ചിന്തിച്ച് നമ്മൾ തന്നെ വല്ലാതെ ക്ഷീണിച്ചു പോകും, അല്ലേ? പോരാത്തതിന് ഇതിൻ്റെ പേരിൽ ചുറ്റുമുള്ളവർ നമ്മളെ എപ്പോഴും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. സമൂഹം നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവർക്കൊരഹങ്കാരമാണ്, അല്ലെങ്കിൽ ആരുമായും കൂട്ടുകൂടാത്ത ഭയങ്കര ആൻറ്റി സോഷ്യലാണ് എന്നൊക്കെയാകും അവർ പറയുന്നത്. എന്നാൽ സൈക്കോളജി പറയുന്നത് തീർത്തും വ്യത്യസ്തമായൊരു കാര്യമാണ്. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല കേട്ടോ. നിങ്ങളുടെ ഈ പെരുമാറ്റം ഒരു സോഷ്യൽ ഡിഫക്റ്റോ അഹങ്കാരമോ ഒന്നുമല്ല, മറിച്ച് ഇത് വളരെ ബ്രില്യൻ്റായ ഒരു സൈക്കോളജിക്കൽ അഡാപ്റ്റേഷനാണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അത്രയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത്? ഇതിൻ്റെ ആദ്യത്തെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അതാണ് ഉയർന്ന ട്രസ്റ്റ് ത്രഷോൾഡ്, അഥവാ ഉയർന്ന വിശ്വാസ പരിധി. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ് ശരിക്കും ഈ ട്രസ്റ്റ് ത്രഷോൾഡ്? എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു കോമൺ ഫാക്ടറുണ്ട്. അവരെ എപ്പോഴെങ്കിലും വളരെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു ഭൂതകാലം അവർക്കുണ്ടാകും. ചിലപ്പോൾ അത് കുട്ടിക്കാലത്ത് നേരിട്ട അവഗണനകളാകാം, അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഒക്കെ കിട്ടിയ വലിയ ചതികളാകാം. ഇതൊരിക്കൽ സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ ഉണർന്നു പ്രവർത്തിക്കും. വീണ്ടും ആ പഴയ വേദനകൾ ഉണ്ടാകാതിരിക്കാൻ തലച്ചോർ അവിടെ വലിയൊരു മതില് പണിയും. അതാണ് ഈ മാനസിക അതിർവരമ്പ്. അപ്പം നമ്മുടെ ഈ തലച്ചോറ് എങ്ങനെയാണ് ഈ പ്രൊട്ടക്റ്റീവ് മതില് പടുത്തുയർത്തുന്നത്? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരിക്കലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഭൂതകാലത്ത് നിങ്ങൾക്ക് അവഗണനയോ ചതിയോ നേരിടേണ്ടി വരുന്നു. പിന്നീട് രണ്ടാമത്തെ ഘട്ടമായ ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും ഒരു വേദന അനുഭവിക്കാതിരിക്കാൻ തലച്ചോറ് സാവധാനം ഒരു സംരക്ഷണ മതിൽ പണിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ നിങ്ങൾ ഇന്നത്തെ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ ഭയങ്കര സെലക്റ്റീവാകുന്നു. ഇതിനർത്ഥം നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നല്ല, മറിച്ച് ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ആക്സസ് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഒന്ന് ജാഗ്രതയോടെ ചിന്തിക്കുന്നു എന്ന് മാത്രമാണ്. നോക്കിക്കേ, നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റീവാണെന്ന്. ഇനി നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. അതാണ് സർവൈവൽ ഇൻഡിപെൻഡൻസ്. നമ്മളിൽ ചിലർക്കെങ്കിലും കുട്ടിക്കാലത്ത് തന്നെ ഒട്ടും താങ്ങാൻ കഴിയാത്ത വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാകും, അല്ലേ? അവരുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒന്ന് പരിശോധിക്കാം. കുട്ടിക്കാലത്ത് കൃത്യമായ സപ്പോർട്ടോ സ്നേഹമോ ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികളുണ്ട്. അവർ വളരെ നേരത്തെ തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. അതായത് ആരും പറയാതെ തന്നെ പെട്ടെന്നൊരു ദിവസം താനൊരു വലിയ ആളായി മാറി എന്ന് തിരിച്ചറിഞ്ഞവരാണിവർ. പിന്നെ അവർ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് അങ്ങ് പൂർണ്ണമായി നിർത്തും. കാരണം മറ്റുള്ളവർ തരുന്ന സപ്പോർട്ട് വളരെ ടെമ്പററി ആണെന്ന് അവർക്ക് നന്നായി അറിയാം. മുതിർന്നു കഴിയുമ്പോൾ പുറമേ കാണാൻ ഇവർ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കാൻ അവർ വല്ലാതെ പാടുപെടുന്നുണ്ടാവും. സത്യത്തിൽ ഇതൊരു സർവൈവൽ സ്ട്രാറ്റജി മാത്രമാണ്. ഈ ഒരു ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ലോകവുമായുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻസിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളെ നിങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച്. സൈക്കോളജിയിൽ ഇതിനെ വിളിക്കുന്നത് ഗാർഡഡ് എമ്പതി എന്നാണ്. വളരെ വേഗം മുതിർന്നവരായി മാറേണ്ടി വന്ന ആളുകൾക്ക് ഭയങ്കരമായൊരു കഴിവുണ്ട്. മറ്റുള്ളവരുടെ മുഖഭാവങ്ങളിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആളുകളെ റീഡ് ചെയ്തെടുക്കാൻ ഇവർക്ക് വല്ലാത്തൊരു മിടുക്കാണ്. കാരണം യാതൊരു പ്രൊട്ടക്ഷനുമില്ലാതെ മറ്റൊരാളെ സ്നേഹിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വലിയ വില എന്താണെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇവരുടെ തലച്ചോർ എപ്പോഴും ഒരു റഡാർ പോലെയാണ് പ്രവർത്തിക്കുക. പുതിയൊരാൾ ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ ഓരോ മൂവ്മെൻറ്റും ഈ ബ്രെയിൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാലം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തത് കാരണം നിങ്ങൾക്ക് വളരെ റിച്ചായ, ഡീപ്പറായ ഒരു ഇന്നർ വേൾഡ് ഉണ്ടാകും. അതായത് വളരെ സമ്പന്നമായ ഒരു ഭാവനാലോകവും ആഴത്തിലുള്ള സെൽഫ് അവെയർനെസ്സും. വെറുതെ പുറമേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിലിരിക്കുന്നത് നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ടോർച്ചറായിരിക്കും, അല്ലേ? ഫേക്കായ ഒരുപാട് സൗഹൃദങ്ങളെക്കാൾ നിങ്ങൾക്ക് എപ്പോഴും താൽപ്പര്യം ജെന്യൂനായ 1-2 പേരുമായിട്ടുള്ള കണക്ഷനായിരിക്കും. നിങ്ങളുടെ ആ ഉയർന്ന സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് അതിന് കാരണം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വലിയൊരു പാരഡോക്സിലേക്ക് വരാം.
ഇങ്ങനെ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡും വെച്ച് നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി പോകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം വളരെ കാമായി പോകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യാനോ എന്തിനെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ വരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? ഷടാ, എല്ലാം ഇത്ര സൈലന്റ് ആണല്ലോ, അപ്പോൾ അടുത്ത വലിയ പണി ഉടനെ വരുന്നുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു സമാധാനം നിങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈയൊരു അവസ്ഥയെ ക്രോണിക് സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു റിലീഫ് തോന്നിയേക്കാം. കാരണം സമാധാനമുള്ള സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഈ അസ്വസ്ഥത ഒരിക്കലും നിങ്ങളുടെ കുഴപ്പമല്ല. കുട്ടിക്കാലത്തോ മറ്റോ കാര്യങ്ങൾ ശാന്തമായിരുന്നതിന് തൊട്ടുപിന്നാലെ നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ പഴയ ഡാറ്റ ഉപയോഗിച്ച് എപ്പോഴും ഒരു അപകടത്തെ നേരിടാൻ നിങ്ങളുടെ നെർവസ് സിസ്റ്റം നിങ്ങളെ അലേർട്ടാക്കി നിർത്താൻ നോക്കുകയാണ്. അതാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം, അല്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പേടിയുള്ളതുകൊണ്ടല്ല. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ സയന്റിഫിക് കാര്യങ്ങളും കൂട്ടിയിണക്കി നമുക്ക് കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലെ വർഷങ്ങളായുള്ള സംശയങ്ങൾക്ക് ഇതൊരു ഉത്തരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ എക്സ്പ്ലെയിനറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ ഇതാണ്: എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കാത്തത് നിങ്ങളുടെ ഒരു പ്രശ്നമോ ന്യൂനതയോ അല്ല. ഇതൊരു ഫീച്ചറാണ്, ബഗ്ഗല്ല. നിങ്ങളുടെ നാഡീവ്യൂഹത്തിനോ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളുടെ തലച്ചോറ് ആ പഴയ ചതികളിൽ നിന്നും വേദനകളിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടി സ്വയം അഡാപ്റ്റ് ആയതാണ്. വലിയൊരു കവചം തീർത്തതാണ്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നിങ്ങൾ ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ശക്തരായി മാറിയതാണ്. അതെ, നിങ്ങളൊരു സർവൈവറാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഒരു മോശം വ്യക്തിയാകുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ ഇത്തരം രഹസ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ആഗ്രഹമില്ലേ? എങ്കിൽ തീർച്ചയായും പുതിയ അറിവുകളുമായി ഈ എക്സ്പ്ലെയിനർ പരമ്പരയിലൂടെ നമ്മൾ വീണ്ടും കാണും. ഈ പുതിയ ഇൻസൈറ്റ്സ് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കട്ടെ എന്നാശംസിക്കുന്നു. താങ്ക് യു.